ഹലോ. അപ്പം ഞാനും അമ്മേച്ചിയും കൂടെ ഇന്നൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയാണേ. ഭയങ്കര കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും അല്ല കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും തിരിച്ചു പോകുമ്പോഴേക്കൊരു ഡ്രസ്സൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. പെരുന്നാളൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് നല്ല ഡ്രസ്സൊന്നും കിട്ടാൻ അങ്ങനെ ചാൻസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണേ. ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് എന്താണ് ഇപ്പം മോഡൽ എന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇങ്ങനത്തെ ഷോപ്പിൽ വന്ന ആകെ കൺഫ്യൂഷനാണ്, എന്തെടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെ. പിന്നെ എനിക്കൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പോയിട്ട് ഒരു 2-3 ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോൾ തന്നെ എൻ്റെ സൈസും എനിക്ക് ഇഷ്ടപ്പെട്ട കളറും ഒന്നും കിട്ടിയില്ലേ പിന്നെ എൻ്റെ മൂഡ് പോവേ. അങ്ങനെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ മൂഡ് പോയാൽ പിന്നെ എനിക്ക് ഈ ഡ്രസ്സ് എടുക്കാനുള്ള ഒരു ഇത് പോവും. പിന്നെ എനിക്ക് അന്ന് വേഗം തിരിച്ച് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ഇതായിപ്പോവും. തപ്പി എനിക്ക് കൂട്ടത്തിലൊരു ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്ന് പറയാൻ ഇതാണ്. പക്ഷേ ഇതിൽ ഹെവി വർക്ക്, ഞാനങ്ങനെ ഹെവി വർക്ക് ഉപയോഗിക്കുകയും ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. മാതാജി അത് അപ്രൂവ് ചെയ്തെങ്കിലും എൻ്റെ മനസ്സിനെ അങ്ങോട്ട് പിടിക്കാത്തതുകൊണ്ട് അത് ഞാൻ അവിടെ വെച്ചു. അത് ഞാൻ എടുത്തില്ല, വേറെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയാണേ. ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഭയങ്കര സൽക്കാരപ്രിയരാണ് കേട്ടോ. എവിടെ പോയാലും ഒരു ചായ എങ്കിലും കൊടുക്കാണ്ട് ഞങ്ങൾ വെറുതെ വിടൂലേ. ടെക്സ്റ്റൈൽസിൽ വരെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ചായയും പലഹാരങ്ങളും കടികളും ഒക്കെ കൊടുക്കും കേട്ടോ. നിങ്ങൾ ആരുടെങ്കിലും നാട്ടിൽ ഇങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. ഏതായാലും ചായ കുടീൻ്റെ ശേഷം ഒന്നും കൂടി ഒരു പരതലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഡെയിലി വെയർ ചുരിദാർ കിട്ടിയിട്ടോ. ഞാനിങ്ങനെ വിചാരിച്ച മോഡലൊന്നും എനിക്ക് അങ്ങനെ മനസ്സിനൊത്തു വന്നില്ല. അതുകൊണ്ട് ഒരു ഡെയിലി വെയർ ചുരിദാറൊക്കെ എടുത്ത് ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് പുറത്തിറങ്ങിട്ടോ. പക്ഷെ ഞങ്ങളെ ഇതുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചല്ല കേട്ടോ പുറത്തിറങ്ങിയ. വേറെയും കുറേ കടകളിൽ ഞങ്ങൾ കയറി. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ ഏകദേശം എടുത്ത്. പക്ഷേ ഡ്രസ്സ് എടുക്കൽ മാത്രമല്ല ഇനി ഞങ്ങൾ ഇന്നത്തെ ഉദ്ദേശം. എന്തായാലും തിരിച്ചു പോകാൻ പോവല്ലേ. അപ്പോൾ അവിടെ കിട്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് കേട്ടോ ഒന്ന് വന്നത്. കിട്ടാത്ത സാധനങ്ങളല്ല, അവിടെ എല്ലാം കിട്ടുമായിരിക്കും. പക്ഷേ ഇത് തപ്പി ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര പാടല്ലേ. അതുകൊണ്ട് ഞാനിവിടെ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചാൽ പോകുന്നത് കേട്ടോ. ആദ്യം ഞാൻ എടുക്കുന്നത് ഇതാണ്, ഇൻഡോമീൻ്റെ നൂഡിൽസ്. ഇതെൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ എടുക്കും. പിന്നെ കുറച്ച് അല്ലാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ടാണ് എടുക്കുന്നത്. ഇനി അവിടെ പോയിട്ടൊരു പൊടി പൊടിക്കണം. കേക്ക് ഉണ്ടാക്കാനും ബ്രെഡ് ഉണ്ടാക്കാനും എന്തൊക്കെയോ മനസ്സിൽ കണ്ട് ഞാൻ കുറേ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ. എന്താവോ എന്തോ. പിന്നെ ഇത് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനം കേട്ടോ. ഞങ്ങൾക്ക് തലയിൽ മുടിയില്ലെങ്കിലും അഹങ്കാരത്തിനൊരു കുറവില്ലാത്തൊരാൾ ഞങ്ങളെ വീട്ടിലുണ്ട്. അയാൾക്ക് ഇത് എത്ര എണ്ണം കിട്ടിയാലും പിന്നെയും കളഞ്ഞിട്ടാട്ടോ വരുന്നത്. അങ്ങനെ എനിക്ക് വേണ്ടി ഓരോ സാധനങ്ങളും ഇങ്ങനെ പെറുക്കി എടുക്കുകയാണേ. അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു സാധനം കണ്ടത്. 2 മിനിറ്റിൽ ഉപ്പുമാവ്. നമ്മൾ ട്രെയിനിലൊക്കെ പോകുന്ന യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഓക്കെയാണ്. പക്ഷേ വീട്ടിലിരിക്കുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ അല്ലാണ്ട് ഉപ്പുമാവ് വെക്കാമല്ലോ അല്ലേ. പിന്നെ ഞങ്ങൾ അതൊക്കെ ബില്ലൊക്കെ ചെയ്ത് പുറത്തിറങ്ങി. ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ കടയിൽ നല്ല ചായക്കടികൾ കണ്ടപ്പോൾ അതും കൂടെ കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണേ. ഇനിയിപ്പോൾ ഇവിടുന്ന് ചെന്നൈയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നൊരു സാധനങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ചായക്കടികൾ. അവിടെ ഇങ്ങനത്തെ പൊരികളൊന്നും അങ്ങനെ കിട്ടും. അവിടെ വട, പരിപ്പ് വട, ഉഴുന്ന് വട അങ്ങനെയൊക്കെ അല്ലേ കിട്ടുന്നത്. നമ്മളെ പഴംപൊരി, സമൂസ അങ്ങനത്തെ ഒന്നും അവിടെ അങ്ങനെ കിട്ടൂലല്ലോ. അപ്പം നമ്മൾ ഇപ്പം നാട്ടിലുള്ള സമയത്ത് ഇതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി സാധനങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇത്രയും ക്യാരറ്റ് കാണുന്നത്. ഇനിയിപ്പോൾ കുറേ ദിവസത്തേക്ക് ക്യാരറ്റ് വെച്ചുള്ള പല ഐറ്റംസ് മാതാജീൻ്റെ സ്പെഷ്യലുകൾ കാണാം. ഞങ്ങൾ വാങ്ങിച്ച ഈ എണ്ണക്കടികളൊക്കെ അടിപൊളിയാണ്. ഈ സമൂസയാണ് സ്പെഷ്യലായിട്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല ഹോം മെയ്ഡ് സമൂസയാണ്. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ ഇന്നത്തെ പർച്ചേസിങ് ഡേ. അപ്പം ഓക്കെ, ഞങ്ങളിതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. ബായ്.